ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 58, ശ്ലോകം 7-8. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 7. ത്വയി വിമുഖമിവോച്ചൈസ്താപഭാരം വഹന്തം തവ ഭജനവദന്തപങ്കമുച്ചോഷയന്തം തവ ഭുജവദുദഞ്ചൻ ഭൂരി തേജപ്രവാഹം തപസ സമയമനൈശ്വര്യാമുനീഷു സ്ഥലേഷു. അന്വയം അർത്ഥം. ത്വയി അങ്ങിൽ, വിമുഖം ഇവ വിമുഖനെന്ന പോലെ, ഉച്ചൈ വലുതായ, താപഭാരം ദുഃഖാധിക്യം, വഹന്തം വഹിക്കുന്നതും, തവ അങ്ങയുടെ, ഭജനം എന്ന പോലെ, അന്തഭംഗം അകത്തുള്ള മാലിന്യത്തെ, ഉച്ചോഷയന്തം നശിപ്പിക്കുന്നതും, തവ അങ്ങയുടെ, ഭുജവൻ ബാഹുക്കൾ പോലെ, ഉദഞ്ചൻ ഭൂരി തേജപ്രവാഹം ഉയർന്നു വരുന്ന വലുതായ തേജസ്സിന്റെ പ്രവാഹത്തോടു കൂടിയതും, തപസമയം ഗ്രീഷ്മകാലത്തെ, യാമുനേഷു യമുനയുടെ, സ്ഥലേഷു സമീപ പ്രദേശങ്ങളിൽ, അനൈഷി നയിച്ചു. ഹരിവും. സാരം: ഗ്രീഷ്മതാപം ഭക്തിയില്ലാത്തവന്റെ താപം പോലെയാണ്. ചളിയാകുന്ന ഗ്രീഷ്മം പോലെ ഭഗവത് ആരാധന മനോമാലിന്യത്തെ മാറ്റുന്നു. ഭഗവാന്റെ കൈകൾ പോലെ ഗ്രീഷ്മവും തേജസ്വിറ്റതുമാണ്. അങ്ങനെയുള്ള യമുനാതടത്തിൽ ഭഗവാൻ ഗ്രീഷ്മകാലം കഴിച്ചുകൂട്ടി. ഹരിവും. ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 8. തദനു ജലദജാലൈസ്തുല്യഭാഭിൻ വികസതമലവിദ്വൻപീതവാസോ വിലാസൈ സകല ഭുവനഭാജാം ഹർഷദാം വർഷവേലാം ശിരിധര കുഹരേഷു സ്വൈരവാസീ വനൈഷീ. അന്വയം അർത്ഥം. തദനു അനന്തരം, ത്വദ്വപുസ്തുല്യഭാവി അങ്ങയുടെ ശരീരത്തിന്റെ തുല്യ ശോഭയുള്ളതും, വികസമല വിദ്വത് പീതവാസോ വിലാസൈ വളരുന്നതും പരിശുദ്ധവുമായ മിന്നലെന്ന മഞ്ഞിച്ച വസ്ത്രത്തിന്റെ ശോഭയോടുകൂടിയതും, ജലദജാലൈ മേഘസമൂഹങ്ങൾ കൊണ്ട്, സകല ഭുവന ഭാജാം എല്ലാ ജനങ്ങൾക്കും ജീവികൾക്കും, ഹർഷദാം സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നതും, വർഷവേലാം വർഷകാലം, ശിതിധര കുഹരേഷു ഗോവർത്തന പർവ്വതത്തിന്റെ ഗുഹകളിൽ, സ്വൈരവാസി സ്വതന്ത്രമായി വസിക്കുന്നവനായി, വനൈഷി കഴിച്ചുകൂട്ടി. സാരം: നീലാഭയുള്ളതും വിദ്യുത് പീതാംബരമണിഞ്ഞതുമായ മേഘത്താൽ വർഷകാലം സകല ചരാചരങ്ങൾക്കും ആനന്ദം പകരുന്നത് പോലെ, ശ്യാമളവർണ്ണനും പീതാംബരനുമായ കൃഷ്ണൻ ആനന്ദം ചരാചരങ്ങൾക്ക് പകർന്നുകൊണ്ട് വർഷകാലം ഗോവർത്തന ഗുഹകളിൽ ചിലവഴിച്ചു.